ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ ജേക്കബ് ബെയ്ത്തൽ എന്ന ഒറ്റയാൾ പോരാട്ടിയെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. വാട്ട് ആൻ ഇൻക്രെഡിബിൾ മാച്ച്, വാട്ട് എ സെമി ഫൈനൽ നമ്മൾ കണ്ടത്. എന്തൊരു ക്രിക്കറ്റ് മാച്ചാണ്. ഓരോ മിനിറ്റും തീപാറുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇന്ന് തൊട്ടറിഞ്ഞു അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞു. അത്തരത്തിലുള്ള ഇൻക്രെഡിബിൾ മാച്ച് ആയിരുന്നു ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഇന്ന് നടന്ന വാങ്കഡയിൽ നടന്ന സെമി ഫൈനൽ. തീപാറുന്ന വാട്ട് എ ത്രില്ലർ മാച്ച് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മത്സരം. അമേസിങ്, ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. അതും ലെജൻസിന്റെ മുമ്പിൽ വെച്ച് അവിടെ കാണാനായി എത്തിയിരുന്ന ഒരുപാട് ബോളിവുഡ് സ്റ്റാർ, അതിനുപരി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ എന്നെന്നും ഓർമ്മയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു പേരായിരിക്കും മഹേന്ദ്ര സിംഗ് ധോനി എന്ന് പറയുന്നത്. നമുക്ക് വേൾഡ് കപ്പ് എന്താണെന്ന് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിത്വമാണ് മഹേന്ദ്ര സിംഗ് ധോനി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച്, അതും രോഹിത് ശർമ്മയെ പോലുള്ള ഇൻക്രെഡിബിൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന രോഹിത് ശർമ്മയുടെ മുമ്പിൽ വെച്ച്, അതോടൊപ്പം തന്നെ ICCയുടെ ചെയർമാനായ ജയ്ഷയുടെ മുമ്പിൽ വെച്ച്, അതും കേരളത്തിൽ നിന്ന് എത്തിയ സഞ്ജു സാംസന്റെ തേരോട്ടമാണ്. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് വീണ്ടും തുടങ്ങിയ ഇന്നിങ്സ്. ആബ്സല്യൂട്ട്ലി എല്ലാ മാച്ചസിലും യൂഷ്വലി നടക്കുന്ന രീതിയിലുള്ള പവർ പ്ലേയിൽ ഹിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള അമ്മാതിരി പെർഫോമൻസ്, അടിച്ചു തകർക്കുക, മുന്നും പിന്നും നോക്കാണ്ട്. ആർച്ചർ എന്നൊന്നുമില്ല, ഏത് ഓസ്ട്രേലിയക്കാരൻ വരെ വിറപ്പിച്ചൊരു ബോളറായിരുന്നു ആർച്ചർ. ആ ആർച്ചറിനെയൊക്കെ അടിച്ച അടി എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്തായിരുന്നു. ഒരു പക്ഷെ ഹാരി ബ്രോക്കിന് ഇന്ന് ഒരു പക്ഷെ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ ഹാരി ബ്രോക്കിന്. കാരണം സഞ്ജു സാംസനെ 15 റൺസിൽ നിൽക്കുമ്പോൾ വിട്ട ഡ്രോപ്പ് ക്യാച്ചിന് വില കൊടുക്കേണ്ടി വന്നത് 254 റൺസ് എന്ന 253 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ്. ഇമാജിൻ, 89 റൺസ് ആണ് സഞ്ജു സാംസൺ അതിനുശേഷം അടിച്ചു കൂട്ടിയത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 74 റൺസും കൂടി എക്സ്ട്രാ അടിച്ചു. അതായത് ഹാരി ബ്രൂക്ക് ആ ക്യാച്ച് വിട്ടതിന് ശേഷം, അതും തലങ്ങും വിലങ്ങും അടിക്കുക എന്ന് പറയുന്നത് ഏത് രീതിയിൽ അടിക്കണമെന്നുള്ളത് എല്ലാ മേഖലകളിലേക്കും, ലെഗ് സൈഡ്, ഓഫ് സൈഡ്, ഒരു രീതിയിലില്ലാത്ത രീതിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോമിനേറ്റ് ചെയ്തുള്ള മാച്ചസ് ആയിരുന്നു സഞ്ജു സാംസന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഇന്ത്യ കണ്ടത്. കഴിഞ്ഞ മാച്ചിൽ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് കളിച്ചെങ്കിൽ ഇന്ന് കുറെ കൂടി ഫ്രീ ആയിട്ടും വളരെ കോൺഫിഡന്റ് ആയിട്ടും കളിക്കുന്ന ഒരു സഞ്ജു സാംസനാണ് നമ്മൾ കണ്ടത് എന്ന് പറയാം. അതുകൂടാതെ സഞ്ജു ഔട്ടാകുന്ന നേരത്തെ അല്ലെങ്കിൽ 6 ഓവർ അഭിഷേക് ശർമ്മയുടെ കാര്യം എടുത്ത് പറയാതെ പോകുന്നതല്ല. ഇത്തരത്തിലുള്ളൊരു മത്സരം നടന്ന് നമ്മൾ ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്നത്, അതും ഒരു ത്രില്ലർ മത്സരം നടന്നിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അഭിഷേക് ശർമ്മയെ കുറ്റം പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി നിർത്തിയേക്കുന്നതാണ്. പക്ഷേ അതിനുശേഷം വന്ന സഞ്ജുവും ഇഷാൻ കിഷന്റെയും 97 റൺസിന്റെ മാസീവ് പാർട്ണർഷിപ്പാണ് ഇന്ത്യക്ക് നല്ലൊരു ടോട്ടൽ നൽകാനായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നൽകിയത്. കാരണം 13 ഓവറിൽ സഞ്ജു ഔട്ടാവുന്ന സമയത്ത് ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 167 റൺസാണ്. ഇമാജിൻ, 13 ഓവറിലാണ്. പിന്നീട് വന്ന 13 മുതൽ 16ാമത്തെ ഓവർ വരെ സൂര്യകുമാർ യാദവ് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം ഒന്ന് താഴോട്ടേക്ക് പോയെങ്കിൽ ഇതിന്റെ ഇടയിൽ ശിവം ദുബെയും അതോടൊപ്പം തന്നെ തിലക് വർമ്മയും അവസാന ഓവറുകളിൽ തകർത്തടിച്ചുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയും, ആസ് യൂഷ്വൽ പവർ ഹീറ്റർ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയും കൂടി ചേർന്ന് ഇന്ത്യക്ക് 20 ഓവറിൽ മാസീവ് ആയിട്ടുള്ള കൂറ്റൻ റണ്ണായ 254 റൺസ് നൽകി. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ബാറ്റിംഗ് പിച്ചാണ്, ഒബ്വിയസ്ലി ഇംഗ്ലണ്ട് തിരിച്ചടിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ടോപ്പ് ഓർഡറിനെ ആദ്യമേ തന്നെ വിക്കറ്റുകൾ കുരുക്കുകയായിരുന്നു ഇന്ത്യൻ ബൗളേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും ചെയ്യാനായിട്ടില്ല. ബട്ട്ലറിനാണെങ്കിൽ ആകെ 25 ഔട്ട് ഓഫ് ഫോമിലാണ് ബട്ട്ലർ എന്ന് പറയുന്നത്. 25 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. സോൾട്ടറാണെങ്കിൽ വെറും 5 റൺസ്. ക്യാപ്റ്റൻ ആയിട്ടുള്ള, അതായത് ഇന്ന് ഒരിക്കലും ഉറങ്ങാൻ സാധിക്കാത്ത ഹാരി ബ്രൂക്കിന് 7 റൺസ്. അത് കഴിഞ്ഞതിന് ശേഷം 5ാം വിക്കറ്റ് പാർട്ണർഷിപ്പിൽ എത്തിയ ജേക്കബ് ബെയ്ത്തലും അതോടൊപ്പം തന്നെ വിൽ ജാക്സും കൂടി ചേർന്നുള്ള 75 റൺസിന്റെ കൂറ്റൻ പാർട്ണർഷിപ്പാണ് ഇന്ത്യയുടെ. 77 റൺസിന്റെ പാർട്ണർഷിപ്പാണ്. ആ ഒരു പാർട്ണർഷിപ്പിലാണ് ഇന്ത്യയുടെ കൈകളിൽ ഭദ്രമായിരുന്ന മത്സരത്തെ പയ്യെ ഇംഗ്ലണ്ട് അവരുടെ കയ്യിലേക്ക് ഒതുക്കിയത്. ജേക്കബ് ബെയ്ത്തൽ എന്ന ഒറ്റയാൾ പോരാടി തകർത്തടിക്കുകയായിരുന്നു. തലങ്ങും വിലങ്ങും അടിച്ചു. എക്സെപ്റ്റ് ഒരാളെ ഒഴിച്ച്, ജസ്പ്രീത് ബുംറ എന്ന് പറഞ്ഞ സഞ്ജു സാംസൺ പറഞ്ഞു ഈ ജനറേഷനിൽ തന്നെ ഇങ്ങനെ ഒരു കളിക്കാരൻ ഉണ്ടാകും, ഇനി ഉണ്ടാകില്ല. അത്തരത്തിലുള്ളൊരു പ്ലെയറാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത്. ആ ബുംറയെ മാത്രമാണ് ഇന്ത്യക്ക്, അതും എസ്പെഷ്യലി ഡെത്ത് ഓവറുകളിൽ മാസീവായിട്ട് ബോൾ ചെയ്തു. അതല്ലായിരുന്നെങ്കിൽ റിസൾട്ട് മാറി മറിഞ്ഞേനെ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേരും കൂടിയുണ്ട്, അക്ഷർ പട്ടേൽ. അക്ഷർ പട്ടേലിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള 2 ക്യാച്ച്. ആ അക്ഷർ പട്ടേൽ ആദ്യമേ ഹാരി ബ്രോക്കിന്റെ ഒരു മികച്ച ക്യാച്ച്, അതും ഓടി വന്നെടുക്കുന്നതാണ്, അതും പുറകിൽ നിന്ന് ഓടി വന്നെടുക്കുന്നതാണ്. അത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൂടാതെ നമ്മുടെ ബ്രൂക്കിന് അതിനുശേഷം വന്ന വിൽ ജാക്സിൻ്റെ ആ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട്, അതായത് ബെയ്ത്തലിൻ്റെയും ജാക്സിൻ്റെയും ആ 77 റൺസിൻ്റെ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്ത ആ ഒരു ബ്രില്യൻ ക്യാച്ചാണ് ഇന്ത്യയെ
വിജയത്തിലേക്ക് നയിച്ചത്. അതുകൂടാതെ ഡെത്ത് ഓവറിലുള്ള മികച്ച രീതിയിലുള്ള ബൗളിങ്ങും കൂടി ആയപ്പോൾ ഇന്ത്യക്ക് 7 റൺസിൻ്റെ അനായാസ വിജയമാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 7 റൺസിനെ ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചുള്ളൂ. അവർ തിരിച്ച് 253 റൺസ് ഫോളോ ചെയ്ത് 246 റൺസ് അടിക്കാനായി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന് സാധിച്ചു എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അതും ഇത്രയും വലിയൊരു കാണികളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത്രയും അവർ അടിച്ചു കൂട്ടുന്നത്. വാങ്കഡെ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ അറിയാം, സ്വാഭാവികമായിട്ടും കംപ്ലീറ്റ്ലായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് കരഘോഷങ്ങൾ നൽകാനൊന്നും ഒരു ആളും ഉണ്ടാകത്തില്ല. അത്തരത്തിലുള്ളൊരു സപ്പോർട്ടും എല്ലാം ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഇന്ത്യ ഇത്തരത്തിലുള്ള വിറപ്പിക്കാൻ സാധിച്ചതിൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന് തീർച്ചയായിട്ടും അഭിമാനിച്ച് തന്നെ തലകുനിക്കാണ്ട് അവർക്ക് വാങ്കഡയിൽ നിന്ന് ഇന്ന് മടങ്ങാം. എന്തായാലും ഇന്ത്യ അങ്ങനെ ICC T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഫൈനലിൽ നമ്മളെ കാത്തിരിക്കുന്നത് ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡിനെ ഒട്ടും എഴുതി തള്ളാൻ സാധിക്കത്തില്ല. ന്യൂസിലാൻഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ട്. അവർക്ക് ഇന്ത്യക്ക് കൃത്യമായ പിച്ചസ് എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതിൽ ആ സീരീസിൽ ഓർമ്മയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, 4-1 ഇന്ത്യ ആയിരുന്നു കപ്പ് എടുത്തതെങ്കിലും അതിനുശേഷം നമ്മുടെ വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ന്യൂസിലാൻഡ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മത്സരം, ഇതിനേക്കാൾ തീപാർന്ന തരത്തിലുള്ള മത്സരമായിരിക്കും ഇനി അഹമ്മദാബാദിലുള്ള ഹ്യൂജ് ക്രൗഡിന് മുമ്പിൽ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുക ഓൺ സൺഡേ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ആ വീഡിയോ ആയിട്ട് വരുന്നത് ഇന്ത്യ വേൾഡ് കപ്പ് എടുത്തു എന്നുള്ള വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയുമായിട്ട് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് സഞ്ജു സാംസൺ തന്നെയാണ് ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് നേടിയത്. 2ാമത്തെ തവണയാണ് സഞ്ജു സാംസൺ മാൻ ഓഫ് ദ മാച്ച് കിട്ടുന്നത്. കഴിഞ്ഞ മാച്ചിലും സഞ്ജു തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. ഇത് ഓർമ്മിച്ചുകൊണ്ട് ബൈ.